ചതിക്കും വഞ്ചനയ്ക്കും ഞാൻ കൂട്ടു നിന്നിട്ടില്ല. 15 വർഷമായി, 1-2 വർഷമല്ല, 15 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മലയാളിയുടെ പ്രിയ കോമഡി പ്രാങ്ക് ഷോയായ ഓ മൈ ഗോഡിന് ഇത് 400ാം നാൾ. നിങ്ങൾ കുറെ നേരത്തെ പറയണല്ലോ, നിങ്ങൾക്ക് ടെക്കഡോ പാർക്കിൽ ഇതായിരുന്ന ജോലി. ഈ അറിയാതുള്ള ആൾക്കാരെ മുഖത്തിന്റെ എങ്ങനെ നോക്കണം. ചിരിമുത്തുകൾ വാരി വിതറി പ്രാങ്ക് കഥകളിലെ വേറിട്ട എപ്പിസോഡുകൾ സമ്മാനിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോ ഈ ഒരു കൈവിട്ട ഒരു കുടുംബം രക്ഷപ്പെടും. ഇനിയും ഞങ്ങൾ കാത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ എപ്പിസോഡുകൾ കാണിക്കും എന്നുള്ളതാണ്. 400 എപ്പിസോഡുകൾ പിന്നിടുന്ന ഓ മൈ ഗോഡിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓ മൈ ഗോഡിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക്. പുറത്തൊരു ബാഗ് എടുത്തിട്ട് ഇവിടെ വേറെ വണ്ടി വരും. പോട്ടെ മതി. ഈ ഓട്ടോറിക്ഷക്കാരൻ എത്തുന്നത് ഹോട്ടലിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. ചാക്കുകെട്ടുകൾ കൊണ്ടുപോകുന്നതിനിടയിൽ സംഭവിക്കാൻ പോകുന്ന സൂപ്പർ കെണി എന്താണെന്ന് കാണാം. ഒരു ചാക്കും കൂടെ ഉണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കത്തക്ക തരത്തിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ. ഒന്ന് കത്തിക്കേ. നമ്മൾ ഒരു സാധനം എടുക്കാം. നമുക്ക് ഇന്ന് എന്തായാലും വരും 10-3000 രൂപയുടെ ഓട്ടം കിടക്കേ ലേറ്റ്. അല്ല, ജസ്റ്റ് വച്ചോ, എൻ്റെ ഒരു സമാധാനത്തിന്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും വിഷയമില്ല. നമുക്കൊരു സാധനം എടുക്കാം. സാധനം എടുത്തിട്ട് കഴിച്ചോണ്ട് വണ്ടി ഓടിക്കാൻ പ്രശ്നമുണ്ടോ? നമുക്ക് അതും കൂടെ ആക്കിയിട്ടെ. ആണല്ലേ? അല്ലെങ്കിൽ നമുക്കൊരു സാധനം എടുത്ത് വച്ചേക്കാം. അവിടെ ചെന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റപ്പ് ആക്കാം. ഒരു കൈ അല്ല, ഒരു കൈ വാങ്ങത്ത് ബ്ലഡിഞ്ഞ ഈ നമുക്കിപ്പോൾ കുളമാവ് വരെ പോകുന്നതിനിപ്പം ഉദ്ദേശം എത്ര ആവും? നല്ല അത്യാവശ്യം ഒരു 10-3000 ഇട്ടോ കേട്ടോ. അത് ഞാൻ ക്ലിയർ ചെയ്തോളാം. അത് നിങ്ങൾ പേടിക്കണ്ട. പൈസയുടെ വിഷയത്തിൽ നമുക്കൊരു അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അങ്ങനെയല്ല, നിങ്ങളും കഷ്ടപ്പെടുന്നു. നമുക്ക് ഇന്നൊരു നമുക്കിവിടെ ഇതങ്ങ് കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് അവിടെ ഇത്തിരി താമസം വരും. അതനുസരിച്ച് നമുക്കൊന്ന് ഇത് ചെയ്യാം. ഫാമിലി ആയിരുന്നു ഫാമിലി ആയിട്ടുള്ള ഓട്ടോ. അതുകൊണ്ടാണ് നിന്നെ തന്നെ വിളിച്ചേ. ഇതും കൂടെ എടുത്തോണ്ട് നിങ്ങൾ തന്നെ വണ്ടി. നിങ്ങളതാ ഇതെന്താ ബ്ലഡൊക്കെ? ഹലോ, നിങ്ങളാ ബ്ലഡ് കിടക്കുന്നതുകൊണ്ടാണ്. ഇതെന്തുവാണ് സാധനം? ഇതെന്തുവാണ്? എന്നെ ഓട്ടം വിളിച്ചവര്. ഓട്ടം വിളിച്ചത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന്? ആര്? ഇതെന്ത് സംഭവം? ഹലോ മാഷ, ഇനി വരണം. നിങ്ങൾ ഇനി വരും. എനിക്കറിയില്ല. എന്നെ ഓട്ടം വിളിച്ചൊരു എന്റെ സുഹൃത്തെ, നിങ്ങൾക്ക് ഇത്
കമ്പ്യൂട്ടറോ പോലീസിനെ വിളിക്കട്ടെ പോലീസിനെ വിളിക്കട്ടെ പോലെ വിടല്ലേ അവനെ ഇല്ല എനിക്ക് അറിയില്ലെന്നേ. നീ ഓട്ടം കൊണ്ടുവന്ന സാധനത്തിലെ അയക്കുന്ന സംഭവം കൊണ്ടുവന്നത് ഇല്ലെന്നുണ്ടെ പോലീസ് വിളിക്കും. നീ അവിടെ നിന്ന് നീ അവിടെ പോണേ. നീ അവനെ കാണാനല്ല സാറേ. ഇവിടെ സാറേ KL 37-35 ഒരു വണ്ടി ഒരു ആട്ടോ. ആ വരുമോ സാറേ? അതിലെ ഒരു സ്ത്രീയുടെ മൃതദേഹമാണെന്ന് തോന്നുന്നു. ബലത്തിനും കാണിക്കണം. നീ അവിടെ അറിയാമെങ്കിലും എന്നെ വഴിന്ന് ഓട്ടം വിളിച്ചു വന്നു. ആയിക്കോട്ടെ, നിങ്ങൾ ഇവിടെ ഇരി. ഇങ്ങനെ ഒരു കേസ് വരുമ്പോ നിങ്ങൾ വേറെ സീൻ ഉണ്ടാക്കാതെ ഇരി. അവിടെ ഇരി. ചേട്ടാ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ വന്നത് എന്നെ അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നു. നിങ്ങൾ കൂടെ വന്ന ഓടിയോ? ഈ വണ്ടി ആരെയാണ്? ഈ വണ്ടി ആരെയാണ്? വണ്ടി നിങ്ങളെയാണ്. ഇവിടെ ഇരി. ഇവിടെ ഇരുന്ന് സംസാരിക്കാം. ഫോണും തന്നേ. ഫോൺ തരും. അവിടെ ഇരി. ആരെങ്കിലും വന്നിട്ട് തരാം. ബന്ധപ്പെട്ടവർ വന്നിട്ട് തരാം. നിങ്ങൾ ഇരി. എനിക്കറിയാൻ പറഞ്ഞില്ല. ഇരിക്കേണ്ട കാര്യം നിങ്ങളല്ലേ കൊണ്ടുപോയി. നിങ്ങളെ വണ്ടി നിങ്ങൾ ഓട്ടം വിളിച്ചോണ്ട് ആള് നിങ്ങളെ കൂടെ വന്ന ആള് പോയി. സഹോദരൻ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് സംഭവം നോക്കില്ല. ഇവിടെ ഒരു ചാക്ക് ഇട്ട് കൊണ്ടുവരുന്നു. നമ്മൾ നോക്കിയപ്പോ ബ്ലഡ് കണ്ടു നോക്കിയപ്പോഴാണ് ഈ സംഭവം. എന്നെ താഴെ ഓട്ടം വിളിച്ചു. നമ്മളെന്നാ ചുമ്മാ ഉള്ള ആൾക്കാരാണ്. എന്താടാ ഇത് നിന്റെ ഓട്ടക്കകത്ത്? മറ്റോ പോയോ? ഹോട്ടലിനകത്ത് ഏതാണോ പരിപാടി? നിന്റെ ഭയം പരിപാടി കിട്ടും. അവിടെ വിടല്ലേ അവനെ? കൂടെ ഉള്ള ഓടി എന്റെ ഫോൺ നമ്പർ വേണം. ഫോൺ നമ്പർ വേണം. അവൻ ഓടിക്കളഞ്ഞു. അവൻ ഒന്നും അറിയാതെ ഓടൂല്ലോ. ഇവർ രണ്ടുപേർക്കും പരിപാടി അറിയാം, എന്താണെന്നുള്ളത് അറിയാം. ചുമ്മാ അല്ലാതെ സംഭവിക്കാനൊന്നുമില്ല. ഇതെന്തോടാ ബാക്കി? എനിക്കറിയില്ല ചേട്ടാ. ഇതെന്തുവാണ്? വീട്ടിലോട്ടുള്ള സാധനങ്ങളാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നേ. വീട്ടിലേക്കുള്ള സാധനം? വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനാന്ന് പറഞ്ഞ് വേറെ വഴിക്ക് പോകാനാന്ന് പറഞ്ഞ് നീ കണ്ടില്ലേ? നീ ഓട്ടത്തിൽ കൊണ്ടോ? നീ കണ്ടില്ല? ഞങ്ങൾ എനിക്കറിയില്ലെന്നേ. നീ എന്ത് ഉദ്ദേശിച്ചു ഇവിടെ നിന്ന്? ചേട്ടാ സാറേ, ഞാൻ നിലവില് അവിടെ തന്നെ കൈ കാണിച്ചു. ഇവിടുന്ന് ഇവിടെ ചെന്നവനത്തുനിന്ന് ഒരു ഓട്ടോ ഉണ്ട്, അന്ന് പോകാനാന്ന് പറഞ്ഞു ഇരിക്കണമെന്ന്. ഒരു 2-3 തൊട്ട് സാധനം കണ്ട ഒരു ചാക്കിനകത്തേക്ക് വെച്ചേക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചാക്ക് തുറന്നു നോക്കേണ്ട കാര്യം ഓട്ടം വിളിച്ചു. ഇതിപ്പോ ഇവിടെ കൊണ്ട് വെച്ചിട്ടാണ് പുള്ളി എന്നെ ഈ ഹോട്ടലിൽ നിന്ന് ഞങ്ങളറിയാം ഈ ഒരു ചാക്ക് കെട്ട് ഇതൊക്കെ എടുത്തോണ്ട് ആരുടെ ഇറങ്ങണം? നീ റൂമിലോട്ട് വിളിച്ചു. പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്താ കാര്യം ചോദിച്ചു? എന്നൊക്കെ ചോദിച്ചു. അപ്പൊ തന്നെ പോകാം. ഒരാളും കൂടെ. നിനക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? നിനക്ക് നേരത്തെ പരിചയം ഉണ്ടോ? എനിക്ക് പരിചയമില്ല. പിന്നെ എവിടെയാ ഓട്ടം പറഞ്ഞേ? സാറേ കുളമാവിന് പോകാനാന്ന് പറഞ്ഞു. ഇവിടുന്ന് കുളമാവില്ല. ആദ്യം ഒന്നി അവനെ കെട്ടിട്ടോ എന്നിട്ട് തീരുമാനം. 20 വർഷം വണ്ടി പിടിക്കുന്നുണ്ട്. എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ചെന്ന് ചാടണേ. ഇവിടെ നിനക്ക് ഒന്നും ഈ തൂക്കെടുത്തപ്പോ നിനക്ക് ഇത് അറിഞ്ഞു ഇതിന്റെ ബോഡിയാണെന്ന്? എനിക്കറിയില്ലായിരുന്നേ. വീട്ടിലോട്ടുള്ള സാധനങ്ങളാന്ന് പറഞ്ഞു. അപ്പൊ ഇത് എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്നിട്ട് അയാൾ അവിടെ വീട്ടിലെടുത്ത സാധനമാണെങ്കിൽ അയാൾ ഓടിയോ? ഇവിടെ നിന്ന് ഇറങ്ങി ഓടി നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നു. നമ്മളെ ഇതിൽ ബുക്ക് ചെയ്തില്ല. അവരുടെ പേരെല്ലാം ഉണ്ടോ? അയാളെ പേരെന്താ? പേരൊന്നും എനിക്കറിയില്ല. ഒന്നും അറിയാ. നീ എങ്ങനെ നിനക്ക് ശരി ഓട്ടം പോയി, നീ സവാരി പോയി, ഒരു ഹോട്ടലിൽ വന്ന് ഇതേപോലെ ചാക്കറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് പേരെങ്കിലും നിനക്ക് അറിഞ്ഞൂടെ? പൊന്നു സാറേ, എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ അറിഞ്ഞതല്ല. എന്റെ വണ്ടി ഞാൻ ഓടിയല്ല. വണ്ടിയല്ല നീ വണ്ടി ഓടി നീ പിന്നെ ഇവിടെ നിന്ന് പോവില്ല. നീ എവിടെ ഇരി, എവിടെ ഇരി, പോലീസൊക്കെ വരട്ടെ. ഇരി സാറേ, എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു. അറിയില്ല അറിയാത്തൊക്കെ പിന്നെ തീരുമാനിക്കാം. രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് ചെയ്യാതെ നടക്കും. എനിക്ക് അറിയില്ലെന്ന് രണ്ടും കൂടെ പ്ലാൻ കാണണേ. അല്ലാതെ നീ അവിടെ ഇരി.
ഒന്നും അറിഞ്ഞൂടാന്ന്. ഒന്നും അറിഞ്ഞൂടാ അല്ലേ നിനക്ക്? സാറേ സാറേ നമ്മുടെ തൊഴിൽ ഇതല്ലേ, വണ്ടി ഓടരല്ലേ. നിന്റെ തൊഴിൽ ഇത് തന്നെ, നിന്റെ തൊഴിൽ ഇത് തന്നെ. ഇപ്പൊ മനസ്സിലായി? ഓട്ടം വിളിക്കുന്ന ആള് നിന്റെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. സാറേ എനിക്ക് അറിയില്ല. നിനക്കറിയാം. നീ കിടന്ന് ഉരുളല്ലേ? സാറേ ഞാൻ ചോദിക്കാനും പറയാൻ ആരുമില്ലാത്ത ആളാണൊന്നും അല്ല. സിറ്റുവേഷൻ നിങ്ങൾ രണ്ടും കൂടെ ഉണ്ടാക്കാതെ ഇവിടെ നടക്കൂ. ഞാൻ പറഞ്ഞത് എനിക്ക് അറിയില്ലാത്ത സംഭവം. ഞാൻ എന്നെ ആദ്യമായിട്ട് ഞാൻ കണ്ടിട്ട് നിങ്ങളാണ് ഇവിടെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു പരിചയമില്ലാത്ത ഓട്ടം വിളിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു ഓട്ടം ഇയാള് ഡയറക്റ്റ് ഓട്ടം വൈഫ് വരാനുണ്ട്. അപ്പൊ ഇത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനാ. എന്റെ വൈഫ് ഒന്ന് വന്നോട്ടെ, നമുക്ക് ഈ ചാക്കേട്ടൊന്ന് പിടിക്കാൻ വണ്ടി കൊണ്ട് വെക്കാനാന്ന് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നേ. വീട്ടിലാരെങ്കിലും ഫോൺ നമ്പർ പറ. ഒന്ന് സാറേ വീട്ടിൽ ഒന്നാമത് നീ അവിടെ ഇരി. വൈഫിന്റെ അമ്മ സുഖമില്ലാണ്ട്. നീ അവിടെ ഇരി. സംസാരം പിന്നെ സംസാരിക്കും. ഇതിനേക്കാളും വലിയ ഇതൊന്നും ഇല്ലല്ലോ. നമ്പർ പറ. സാറേ വീട്ടിൽ കോൺടാക്ട് നിന്നെ പരിചയ കോൺടാക്ട് ചെയ്യാൻ ആരെങ്കിലും പറ. മനു ആരാ? എന്നെ ഓട്ടം വിളിച്ചു വിട്ട് വന്നവനാ. മനുവിന്റെ നമ്പർ പറ. ആ നമ്പർ കാണാൻ എനിക്ക് അറിയില്ല. എന്റെ ആ ഫോണിനകത്ത് നീ പറയണം. അത്ര കൂടായ്പല്ല. ആ ഫോണിനകത്തുണ്ടെന്നേ. സാറ് തന്നെ നോക്കിയെടുക്ക്. സാറേ മനു ആണ് ഈ പിള്ളേരുടെ ഫോൺ നമ്പർ കൊടുത്തത്. എനിക്കറിയില്ലായിരുന്നു. നിന്നെ ഒരാൾ വിളിക്കുന്ന നീ അപ്പം കൂടി ചെന്നാൽ മതി എന്ന് പറഞ്ഞു. സാറേ എനിക്ക് ഫോൺ നമ്പർ ഉണ്ട്. ഫോൺ നമ്പർ ഉണ്ട്. മനു ഉണ്ടെങ്കിൽ വിളിക്കും. ഹലോ ആ കളിയ ഇത് എന്നെ ഓട്ടമാണ് നീ പിടിച്ചു വന്നേക്കണേ. എനിക്ക് എന്നെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നോ? എന്നെ പറ്റിയെന്നോ ആ പുള്ളി നീ പറഞ്ഞു വിട്ട ആൾ എന്നെ ഓട്ടം പിടിച്ചെന്ന് വന്ന ഒരു ചാക്കോട്ട് എല്ലാരും കൂടി പിടിച്ചു നിർത്തിയേക്കോന്നേ. ചാക്കോട്ടിനകത്തൊരു ബോഡി അല്ലാണ്ട് പിന്നെ എന്നെ ഞങ്ങളിപ്പോ ഒറ്റടത്തിന് നിന്നെ കൂടെ ഞങ്ങൾക്ക് വേണം. നീ വാരാ, നീ പോരെ, നീ കൂടെ വാ. ഞങ്ങൾക്ക് നിന്നെ വേണം. ഇപ്പം പെട്ടെന്ന് നമ്മളെ വിടരുത്. കൊള്ളാല്ലോ. അവിടെ എന്നെ എങ്ങനെയൊന്നും ഊരി സാറേ. ഇടയ്ക്ക് എങ്ങനെ ഊരിയിടായി? നീയാണ് ഈ കാഴ്ച കണ്ടാൽ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നവ എന്ത് ചെയ്യൂടെ? തെണ്ടി ഫോൺ അതാണ് സാറേ. എനിക്ക് ഹലോ ഇയാള് അവിടെ പോയി കിടക്കോടെ എന്നെ കൊലക്ക് കൊടുത്തിട്ടാ. എന്നതാ താൻ എന്നാ പരിപാടിയാ കാണിച്ച? ഞാൻ നമ്മളൊന്നാമത് വല്ലവന്റെ വണ്ടി കൂലിക്ക് ഓടിക്കുന്ന വണ്ടിയാണ്. എന്നെ ഈ ഓട്ടം വിളിച്ചു വന്നിട്ട് കുളമാവനും പറഞ്ഞ് ഇത് കൂടെ ഞാൻ ആ സാറിനെ കൊടുക്കാം. ഹലോ നീ എവിടെ ഉള്ളടാ? നീ എന്തോടാ കാണിച്ചത്? നീ കുളമാവ് എത്തിയാ? കള്ളം. ഇവിടെ പറ. നീ കുളമാവിലല്ല, നിന്നെ ഞങ്ങൾ കുളമാവിനകത്ത് താക്കും. പെട്ടെന്ന് വാ. എവിടാ നീ? എടാ പിള്ളേരെ നമ്മൾ വിട്ടിട്ടുണ്ട്. നീ എവിടെ ആയാലും നിന്നെ ശരിയാക്കും. പിള്ളേർ വന്ന് പെട്ടെന്ന് വാ. ഇവിടെ വാ, പെട്ടെന്ന് വാ. ഇല്ല നിന്നെ ശരിയാക്കി. നീ അവിടെ ഇരി. നോക്കട്ടെ എന്തിനാണ് എന്നെ കാണിച്ചു ചാക്ക് പിടിക്കാൻ പറഞ്ഞ എന്നെ ഓട്ടം വിളിച്ചു. ഇവൻ കൊടുത്ത നമ്പറിൽ എന്നെ ഓട്ടം വിളിച്ച പേരൊന്നും എനിക്കറിയാൻ പാടില്ല. എന്താ ഓട്ടം വിളിച്ചോ? ആ പുള്ളി ഇറങ്ങി ഓടിയേ. നീ ഇങ്ങോട്ട് വന്നില്ലേ? നീ ഓടിച്ചിട്ട് വാങ്ങും. നീ ഇവിടെ ഒരു സൈഡിൽ നിന്ന് കാര്യം പറഞ്ഞോളൂ. നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറഞ്ഞോ. നീ പറഞ്ഞു കൊടുക്ക. നിന്റെ കൂട്ടുകാരുടെ പറ. നിങ്ങളെല്ലാം കൂട്ടുപൊളിയോ? നമ്പറിലല്ല എന്നെ വിളിച്ച അയാള്. പുള്ളി വിളിച്ചിട്ട് ആ പുള്ളി അതും ഇതൊക്കെ പറയുമെന്നേ. നിനക്ക് എനിക്ക് പറ്റിയ ഒരു കൂട്ടുകാരൻ തന്നെ. ഇതെല്ലാവരും കൂട്ടുകാരന്മാര് കറങ്ങി പോവേ. എനിക്കറിയാം എന്നെ വഴിയിൽ നിന്ന് ഓട്ടം വിളിച്ചിട്ട് വന്നേ. നീ ആവശ്യമില്ലാത്ത നമ്പർ കിട്ടുമ്പോൾ ചാടിക്കുട്ടി വണ്ടി കൊണ്ട് പോകാൻ വിളിച്ചു വിട്ടാലേ
എടാ നീ ഇവിടെ നില്ലടേ. നീ ഓട്ടോറിക്ഷ അവിടെ നിന്നില്ലേ നീ അങ്ങനെ എടാ, ഇയാളെ പേരെന്താ? ചാക്കട്ടൊക്കെ ഇയാളെ പേരെന്താ? നീ അവിടെ ഇരി. നീ അവിടെ. സജി. സജി ഇവിടെ ഇരി. സജി ഇവിടെ ഇരി. സജി ഇരി. സജി ഇരി. എന്തായാലും സജി ഇവരെല്ലാം ഇപ്പൊ വന്നല്ലോ. പ്രതിയാണ്. അത് സജി അവിടെ ഇരി. ഇയാള് നിങ്ങൾക്ക് പരിചയമുണ്ടോ? സജി അവിടെ സജി ഇരി. അതിലെ സജി പ്രതിയാണ്. പ്രതിയാണ്. മറ്റോ വരുന്നവരെ വേറെ പ്രതിയാണ്. നിക്ക്. എടാ എന്തുവാണ് ഇത്? എന്നെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ പരിപാടി. നീയാണ് ഈ ആവശ്യമില്ലാത്ത കേസൊക്കെ പിടിക്കുന്നത്. വല്ലവന്റെ വണ്ടി കൂലിക്ക് ഓടിക്കാൻ വൈകുന്നേരം എടുക്കാൻ വേണ്ടി എടുത്തതാ. ഇവന്റെ കൂടെ എടുത്ത് ഞങ്ങൾ വന്ന് ഇത് ഓടിക്കളഞ്ഞു. മറ്റവനോടി അപ്പൊ ഓടിക്കളഞ്ഞു. ഇവന്റെ ചോദിച്ചു അവനെ അറിയില്ല. കിട്ടിയോ അവനെ? ഇല്ല. അവനെ വിളിക്കാൻ വേണ്ടി നമ്മളെ ടീമുണ്ട്. നമ്പർ എന്ത്? ആ നമ്പർ അതിനകത്തുണ്ട്. അവന് വിളിച്ചിട്ട് അവന് എന്താക്കി കിടന്ന് പറയാം. പുള്ളി കൊളവാതിന് പോയി. ഒന്നും കാണാനും പറ്റില്ല. ഡിസ്പ്ലേ എന്റെ പേര് വിജീഷ്. നീ എന്താ ചെയ്യുന്നത്? നിന്റെ പരിപാടി എന്താ? വണ്ടി ഓടിക്കുക സാറേ. നീ എന്താ പരിപാടി? ഞാൻ വണ്ടി ഓടിക്കാം. എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത പരിപാടിയാണ്. എല്ലാം കയറും. നിങ്ങൾ ഒരു തവണ പോകാൻ വരട്ടെ കേട്ടോ. ഹലോ, നിങ്ങൾ പോകാൻ വരട്ടെ. അതെല്ലാം തീരുമാനമായിട്ട് പോയാൽ മതി. അതൊന്നും നടക്കില്ല. ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. നമുക്ക് നീ അത് അറിയേണ്ട സത്യാവസ്ഥ അറിയണല്ലോ. ഇത് 10-60 ആ പുള്ളിനെ വിളിക്കുമ്പോ ആ പുള്ളി വേറെ എന്തൊക്കെയാന്ന് പറയണേ. ഇപ്പൊ 10-60 വെച്ചാ 10 മണി പേര് സെറ്റ് ചെയ്തിട്ടില്ല. 10-60 കോഡ് അവരെ അതായിരിക്കും മറ്റേ ഇതിപ്പോ എങ്ങനെയാ സാറേ തീർക്കണത്? ഒരുത്തം 10-60 പോലീസ് വിളിച്ചു. അവര് വരട്ടെ. അല്ലെങ്കിൽ ഇതാരാ ആളാരാ? അവനെ പിടിച്ചോണ്ട് നീ ഓടണം. അവനെ പിടിച്ചോണ്ട് നീ ഓടണം. ഇവനാണ് ഞങ്ങൾ ഇവനെ പിടിച്ചോണ്ടപ്പോ നില്ല അവിടെ നില്ല അവിടെ അല്ലല്ലോ നമുക്ക് പറഞ്ഞു തീർക്കാം. എന്നാലും ചേച്ചി എന്തുകൊണ്ട് തീർന്നു പറഞ്ഞാ നിനക്ക് ഇത്രയും ചങ്ക് കൂട്ടുകാരുണ്ടല്ലോ എന്നാണ് സംഭവം. തൊടുപുഴയിലുള്ള സിന്നമൻ കോണ്ടി എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ സായാഹ്ന ഒരു എപ്പിസോഡ് പ്ലാൻ ചെയ്തത്. എന്തുവാ നീ ഇങ്ങനത്തെ ഓട്ടം വല്ലതും പോയിട്ടുണ്ടോ? ഇല്ല, ഒരു 10-20 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം. സത്യത്തില് വന്ന് വിളിച്ചു, നമ്മുടെ കൂട്ടുകാരനാണല്ലോ വിളിച്ചത്, ഓട്ടം വിളിച്ചു തന്നെ. അപ്പൊ പിന്നെ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. പുള്ളിക്ക് ഫോൺ നമ്പർ കൊടുത്ത് പുള്ളി എന്നെ വിളിച്ചു. പിന്നെ ഈ ഓടൂല വണ്ടി ഇട്ടിട്ട് ഞാൻ ഓടൂല അവസാനം അപ്പൊ ഏറ്റവും നിലവിൽ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് വിട്ടു തുടങ്ങി. അപ്പൊ എനിക്കത് എങ്ങനെയും ജീവൻ രക്ഷിക്കണമല്ലോ. അപ്പൊ ഒറ്റ വഴിയെ തോന്നിയുള്ളൂ. നേരെ നമ്മുടെ സ്റ്റേഷനാണല്ലോ, നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണല്ലോ, നമ്മുടെ തൊടുപുഴയാണല്ലോ. ഓടി കയറി ചെന്ന് നമ്മൾ അറിയുന്ന അത്യാവശ്യം സാറന്മാര് അവിടെ കാണും. നമ്മുടെ നിസ്സഹായ അവസ്ഥ പറയാം. ഓടി ചെന്ന് കയറി വിവരങ്ങൾ പറയാന്നുള്ള ധാരണയാണ് ഓടിയത്. പക്ഷെ ഓടാൻ പറ്റിയില്ല. അല്ല, ഇത് മനോജും കൂടെ അളിയനും കൂടെ ചേർന്നേ സ്നേഹ സമ്മാനമാണ്. പക്ഷേ ഇത് എന്താണെന്നറിയാമോ, ഇത് മനുവിന്റെ ഇത് ഒരു ഓർമ്മയിൽ ഒന്ന് നിൽക്കണം. അല്ല, കൂട്ടുകാർ പലപ്പോഴും നല്ല പണി തരാറുണ്ട്. ഇത് കൂട്ടുപണി അല്ല, എങ്കിലും ഇതൊന്നും ഓർമ്മയിൽ വെക്കുന്നതല്ല. ഇതേപോലെയൊക്കെയുള്ള ഓട്ടം ഉണ്ടാകുമ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇതെന്താണ് കാര്യം, ഇതിനകത്ത് എന്താണെന്ന് വ്യക്തമായിട്ട് തിരക്കുക. കൗമുദി ടിവിയുടെ ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിന് നൽകുന്ന സമ്മാനം, കാസ്റ്റിൽ ഓഫ് ജീൻസ് തൃക്കാക്കര കൊച്ചി നൽകുന്ന സമ്മാനം, ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, ഫോർവിറ്റ് മാട്രസ് നൽകുന്ന സമ്മാനം. ഏറ്റവും കൂടുതൽ പാടുള്ള സംഭവം ഈ മരിച്ച് കിടക്കുന്നതുണ്ടല്ലോ, വളരെ ശ്രമം. കാരണം ഇങ്ങനെയുള്ള ലൈവ് ഷോയ്ക്കൊക്കെ വലിയ പാടാണ്. ബാക്കിയുള്ള വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്, കട്ട് പറഞ്ഞ് ഇവിടെ കട്ടൊന്നും ഇല്ലല്ലോ. അപ്പം ഈ ശ്വാസം വിടാതെ പിടിച്ചു നിൽക്കാൻ അനിതയുടെ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ. പിന്നെ എനിക്ക് ശ്വാസം വിടാൻ വയ്യ, പിന്നെ വിയർത്ത് എന്റെ കൂടെ കൊതുകിന്റെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, എല്ലാത്തിനും എക്സ്പീരിയൻസ് ആയിപ്പോയി. അളിയ എവിടെ വർക്ക് ചെയ്യണം? ഞാൻ പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യും. എന്തിനാണ് ഇങ്ങനെ ഒരു ഇതിനെ കൊണ്ട് ചാടിക്കണമെന്ന് തോന്നിയത്? പ്രിയ സുഹൃത്തുക്കളായ വിജേഷും മനുവും ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിൽ ആദ്യം തോന്നിയത് സജീവിനെ കുറിച്ച് തന്നെയാണ്. സജി ഇത് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്ന ഉറപ്പാണ്. വേറൊരു കാര്യം,
ഇത് അളിയനായിരുന്നാലും ഈ ചിലപ്പോൾ എനിക്ക് പണി കിട്ടിയേനെ. സ്ഥാനത്ത് അത് ഉറപ്പാണ്. എല്ലാവർക്കും ഈ അവസ്ഥ വന്നാൽ ഇത് തന്നെയായിരിക്കും നടക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഒരുപാട് സന്തോഷം. പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.